ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് കുറച്ച് ബീഫ് ഉലർത്തിയത് ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഈസി മെത്തേഡാണ്, കാരണം പെട്ടെന്ന് വേഗം തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ബീഫ് മേടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ചൊരു എന്താ പറയുക, ബീഫ് വരട്ടണതേ എൻ്റേതായ കണ്ടുപിടുത്തങ്ങളാട്ടാ. അതായത് ഞാനിപ്പോൾ ഞങ്ങളുടെ മമ്മിയൊക്കെ ചുവന്നുള്ളി ഇടത്തില്ല, പക്ഷെ ഞാൻ ഇട്ടേക്കണത് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഇത് ചുവന്നുള്ളി, പിന്നെ ഒരു സവാള ഇട്ടിട്ടുണ്ട് കേട്ടോ, പിന്നെ വേപ്പിലിട്ടേക്ക്. എന്നിട്ട് ഇത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ, ബീഫിൽ എന്തൊക്കെ ചേർത്തേക്കണമെന്ന് പറയാം. ഇതൊരു വേവിക്കാൻ നേരം ഞാൻ ചേർത്തേക്കണത് മുളക് പൊടി ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, നമ്മുടെ ഗരം മസാലയില്ലേ, ഗരം മസാലയല്ല മീറ്റ് മസാല ഒരിത്തിരി ഇട്ടിട്ടുണ്ട്, പിന്നെ മല്ലിപ്പൊടി സാധാരണ എല്ലാവരും ഇടാറില്ല ഇറച്ചി വേവിക്കാൻ. പക്ഷെ ഞാൻ ഇതിപ്പോൾ ചേർത്തേക്കണത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഇത്തിരിയല്ലേ ഉള്ളൂ, ഇതിപ്പോൾ പെട്ടെന്ന് തീരും, അതുകൊണ്ടാട്ടോ ഇതിൽ മല്ലിപ്പൊടി ചേർത്തേക്കണേ. സാധാരണ നിങ്ങൾ കൂടുതൽ ബീഫൊക്കെ മേടിക്കുകയാണെങ്കിൽ ഇത്രയും ചേർക്കേണ്ട കാര്യമില്ല, മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇറച്ചി ഇതെന്ന് പറയണേ കേടായിപ്പോവും, മല്ലിപ്പൊടി കൂടുതൽ ചേർത്താൽ കേട്ടോ. നമ്മളിപ്പോൾ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വയ്ക്കൂലേ, എടുത്ത് ഞാൻ ഇത്തിരി വൈകിയൊക്കെ പോയി കഴിഞ്ഞാൽ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഇറച്ചി എന്ത് പറ്റും, കേടായിപ്പോവും. അപ്പം മല്ലിപ്പൊടി ചേർക്കണ്ട. ഞാൻ പക്ഷേ ഇതിലിപ്പോൾ ഇറച്ചി മസാലയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ, മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ വീഡിയോഗ്രാഫർ അവിടെ നിന്ന് പറയണത് കരിഞ്ഞു പോകുന്നു. എൻ്റെ പൊന്നു മമ്മി, അന്ന് മമ്മി പിടിക്കും. ഞാൻ എൻ്റെ വീഡിയോഗ്രാഫറിന് ഭയങ്കര ചിന്തയാണ്, കറി ഫ്ലോപ്പായി പോകുന്നു. കാരണം വീഡിയോഗ്രാഫറാണ് സാധാരണ ഇറച്ചിക്കറി ഉണ്ടാക്കാറേ. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെ വളർത്താനും ഒക്കെ നിൽക്കുന്നത്. കാരണം ഞാൻ മമ്മീനെ സഹായിക്കത്തുള്ളേ, അതായത് ഉള്ളിയൊക്കെ സവാളയൊക്കെ അരിഞ്ഞു കൊടുക്കും, അങ്ങനെയൊക്കെ. അല്ലാതെ ഇത് ഇറച്ചി അങ്ങോട്ട് എല്ലാം ഏറ്റെടുത്ത് അങ്ങ് കറി ഉണ്ടാക്കാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനാണെന്ന് തോന്നുന്നത് വീഡിയോഗ്രാഫറിന്. കരിഞ്ഞു പോകുന്നു ആദ്യം കാണിക്കുന്നു. എൻ്റെ പൊന്നു വീഡിയോഗ്രാഫറേ, എല്ലാവർക്കും അറിയാലോ അല്ലേ എൻ്റെ വീഡിയോസ് എടുത്ത് തന്നെ ആരാന്ന്. അതെ, എൻ്റെ പ്രിയപ്പെട്ട മമ്മി തെയ്യാമ്മ എന്നാട്ടാ പേര്. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നെയാണ്. മുഖം കാണിക്കാൻ ഭയങ്കര മടിയാണ്, എന്നെ ഒരിക്കലും വീഡിയോയിൽ കാണിക്കരുത് എന്ന് പറയുന്ന ആളാണ്. 71 വയസ്സുണ്ട്, പക്ഷെ നാണം മാറിയിട്ടില്ല. അപ്പോൾ പറഞ്ഞു വന്നതാണ്. ഞാനിപ്പോൾ എന്തൊക്കെ ചേർത്തേക്കണേന്ന് പറഞ്ഞാൽ ചുവന്നുള്ളിയും ഒരു ചെറിയ സവാളയും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് ഇനി ചേർക്കാൻ പോണതാണ് ഗരം മസാലയല്ല, സാധാരണ മീറ്റ് മസാലയാട്ടോ ഇത്. ഗരം മസാല ചേർത്ത് കഴിഞ്ഞാൽ ഇതിനൊരു കുത്തു വരും എന്നാണ് എൻ്റെ മോൻ്റെ കണ്ടുപിടുത്തമാണേ. അപ്പോൾ ഇനി കഴിക്കാതിരിക്കുന്നാലോ എന്ന് എഴുതിയിട്ടാണ് അവൻ പറഞ്ഞതനുസരിച്ച് ഗരം മസാലയല്ല മീറ്റ് മസാല. പക്ഷെ അവൻ പറയണേലും കാര്യമുണ്ട്, മീറ്റ് മസാല ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഞാൻ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നവർ മീറ്റ് മസാല ഇട്ടാൽ മതി, ഗരം മസാല ഉപയോഗിക്കണ്ട കേട്ടോ. അപ്പോൾ ആദ്യം മീറ്റ് മസാല ഇട്ടു. നമ്മൾ സാധാരണ കടയിൽ മേടിക്കുന്നതാണ്, അല്ലാതെ ഞങ്ങൾ പൊടിച്ച് വെച്ചതൊന്നുമല്ല കേട്ടോ. കമ്പനിയൊന്നും ഞാൻ പറയണില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമ്പനിയിൽ മേടിച്ചോളൂ. പിന്നെ മല്ലിപ്പൊടി, അത് നമ്മൾക്ക് ഇറച്ചി എന്തോരം ഉണ്ട് അതനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനൊക്കെ ഇത് ഒരു കൈയളവാണ്, എനിക്കിങ്ങനെ ടേബിൾ സ്പൂൺ എന്നൊന്നും പറയാൻ അറിയത്തില്ല. കാര്യം പറഞ്ഞാൽ ഞാൻ അങ്കമാലി മോണിസ്റ്റാറിൽ ഹോം സയൻസ് കോഴ്സൊക്കെ പാസ്സായ ആളാണ് വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ എനിക്ക് ടേബിൾ സ്പൂൺ എന്നൊന്നും പറയാൻ ഇപ്പോഴും അറിയത്തില്ല. മുളക് പൊടി ഇടുക, അധികം മുളക് പൊടി ഇടണ്ട, കാരണം ഞാൻ അതിൽ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇറച്ചിയുടെ കൂടെ. അപ്പോൾ ഇത്തിരി എരിവ് കാണുമോ, അതിനെ പറയാൻ വിട്ടുപോയി. എന്നിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിട്ട് കുറച്ചും കൂടി മല്ലിപ്പൊടി ചേർക്കുക. മല്ലിപ്പൊടി ചേർക്കണത് എന്തിനാന്ന് പറഞ്ഞാൽ നല്ലോണം എന്താ പറയുക, കറിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കൊഴുപ്പ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മല്ലിപ്പൊടി ചേർക്കണേ. ഞാൻ ചേർക്കണത് കേട്ടോ. ഇതിപ്പോൾ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അതുപോലെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ മൊബൈലൊക്കെ എന്താ പറയണേ, കേടായി തുടങ്ങി. ആ ചീത്ത മൊബൈലും വെച്ചാണ് ഞാൻ ഇത്രയും വീഡിയോസൊക്കെ ചെയ്യണത്. അപ്പം നിങ്ങളൊന്ന് സഹകരിക്കണേ, കാരണം വീഡിയോസിന് ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറയണവരുണ്ട്. ഒത്തിരി പേര് എന്നെ വിമർശിക്കുന്നവരുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാൻ പാടില്ല, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ എന്താ പറയുക, വിമർശിക്കുന്നവരും ഉണ്ട്.
കാരണം ഫോൺ വിളിച്ചൊക്കെ വിമർശിക്കാറ്, അല്ലാതെ കമൻസ് ആയിട്ടൊന്നും പറയില്ല. എന്താ പറയണതെന്ന് പറഞ്ഞാൽ നിനക്ക് ക്ലാരിറ്റി ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ക്ലാരിറ്റി എങ്ങനെ ഉണ്ടാകണേ? നല്ല മൊബൈലിലൊന്നുമല്ല ഞാൻ ഇതൊക്കെ ചെയ്യണതേ. എൻ്റേതായ ചെറിയ മൊബൈലിൽ വെച്ച് എൻ്റേതായ പരിമിതമായ അറിവ് വെച്ച് ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ അവരുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചെറിയ യൂട്യൂബ് ചാനലിൽ ഒന്ന് വളർന്നോട്ടെ. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് ഞാൻ തുടങ്ങിയതാണ് യൂട്യൂബ് ചാനൽ. ഇത് വേണ്ട. എന്നിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഇറച്ചിയുടെ വെള്ളവും ഇതിൻ്റെ ഒപ്പം, ഇറച്ചി വേവാൻ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടില്ലേ, ആ വെള്ളവും ഇറച്ചിയും കൂടി അങ്ങ് ഇടാം. അപ്പോൾ ചാറായല്ലോ. പിന്നെ തേങ്ങാപ്പാൽ ചേർക്കണവർക്ക് തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ. എനിക്ക് സാധാരണ ഞാനൊരു മടിച്ചിയാണ് ശരിക്കും പറഞ്ഞാൽ, അതുകൊണ്ട് തേങ്ങാപ്പാലൊന്നും ചേർക്കാനുള്ള ക്ഷമയൊന്നുമില്ല കേട്ടോ. അപ്പം മമ്മിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർത്താണ് ഉണ്ടാക്കണത്. അതുപോലെ തേങ്ങാക്കൊത്തൊക്കെ ഇടും. എനിക്കത്രയും ക്ഷമയൊന്നുമില്ല കേട്ടോ. ഇതുണ്ട് ഇപ്പം നല്ലോണം കൊഴുപ്പായില്ലേ കറിക്ക്. ഇതിപ്പോൾ ഞാൻ തീ കൂട്ടിയിട്ടിട്ടുണ്ട്. അതുപോലെ നെയ്യുണ്ട് നല്ലോണം ഇറച്ചിക്കിപ്പം. എന്താ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞില്ലേ കറി. അപ്പോൾ എന്താ പറയണേ, പെട്ടെന്ന് ചെറിയ പെൺപിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം. കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരൊക്കെ ഇല്ലേ, കറി ഉണ്ടാക്കാൻ അറിയാൻ പാടാത്ത എന്തോരം പെൺപിള്ളേരുണ്ടാകും. നേരം എന്ത് ചെയ്യണം, ഇതുപോലെ ഈ ഇറച്ചിയൊക്കെ മേടിച്ച് വേഗം കറി ഉണ്ടാക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പം ഞാൻ ആദ്യം തൊട്ട് പറയാം എന്തെല്ലാം ചേർത്തെന്ന് പറഞ്ഞാൽ, ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകൊന്നും തളിച്ചില്ല കേട്ടോ. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, ചുവന്നുള്ളിയും ഒരു ചെറിയ സവാളയും ചേർത്തു, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയല്ല, പ്രത്യേകം ഓർത്തോളൂ, മീറ്റ് മസാലയാണ് ചേർത്തേക്കണത്. പിന്നെന്താ, ഇറച്ചി വേവിച്ചപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെന്താ മീറ്റ് മസാലയും ചേർത്തിട്ടുണ്ടായി. പിന്നെ വെളിച്ചെണ്ണയും ചേർത്തു കേട്ടോ. വെളിച്ചെണ്ണ ചേർത്ത് കൂട്ടി തിരുമ്മ ചെയ്ത് ഇറച്ചി, അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ. എന്നിട്ടാണ് ഞാൻ ചോറുക്കൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കണത്. അപ്പം എൻ്റെ ചെറിയൊരു കറി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയുക. ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബായ്.